വാസികളുടെ പ്രസംഗമായിരിക്കുന്നവരുടെ മുമ്പിലേക്ക് എത്തുക. അപ്പോൾ നാം അപകടത്തിൽപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മുഖല്ലിബുൽ ഖുലൂബാൻ അല്ലാഹു, ഹൃദയം ഏത് സമയത്തും അട്ടിമറിയാൻ സാധ്യതയുണ്ട്. എത്രയോ നമ്മുടെ മുമ്പിൽ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുക്കുന്ന പലരും നമസ്കരിക്കാത്തവരായവരുണ്ട്, നോമ്പ് പിടിക്കാത്തവരായവരുണ്ട്, നമസ്കാരം ഉപേക്ഷിക്കുന്നവരായവരുണ്ട്, അങ്ങനെ ദീനിൽ വിട്ട് വ്യതിചലിച്ചു പോയവരുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ ഇത് എന്നേക്കും നിലനിർത്താൻ പറ്റുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ നമുക്കൊണ്ട് സാധിക്കും. നമ്മളിൽ നിർബന്ധമുണ്ടാവണം, അല്ലാഹുവോട് നേട്ടമുണ്ടാവണം, മരണം വരേക്കും. اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم لا تزغ قلوبنا, ഞങ്ങളുടെ ഹൃദയത്തെ നീ വ്യതിചലിപ്പിച്ച് കളയരുത്. بعد إذ هديتنا, ഞങ്ങൾ നീ സന്മാർഗത്തിലേക്ക് നയിച്ച ശേഷം. ഈ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. മലയാളത്തിലെങ്കിലും അല്ലാഹുവോട് റബ്ബേ, എന്നെ മുഅ്മിനാക്കിയ ശേഷം എന്റെ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതായ ഗതികേട് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കളയരുത് റബ്ബേ. ഇതിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനുള്ള വാക്യം എനിക്ക് നീ നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. അത് വളരെ അനിവാര്യമാണ്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതെ, നാം ശേഷിക്കട്ട ഈമാനിന്റെ ഉടമകളാണ്. നമുക്ക് വളരെ 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 ചുരുങ്ങിയ വിജ്ഞാനമാണ് ദീനിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് നാം വാചാലതയുടെ ഉടമയുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലതും വാക്ക് കസർത്ത് കേട്ടാൽ പെട്ടെന്ന് നമുക്ക് പരിവർത്തനം വന്നു പോകാൻ സാധ്യതയുണ്ട്, ചേഞ്ച് ആയി പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇസ്ലാമിന്റെയും ഖുർആന്റെയും ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതായ ചില കേസുകൾ കേൾക്കുന്ന വേളയിൽ ഈ ക്ലാസ്സിൽ സ്ഥിരം വന്ന് പരിചയമില്ലാത്ത ചിലർ പെട്ടെന്ന് വരുന്നില്ലാതെയാവും. വരാൻ തുടങ്ങി കാണും, പക്ഷേ ഏതെങ്കിലും കേസിൽ കേൾക്കുമ്പോൾ വേണ്ടാന്ന് വെക്കും. എന്താണ്? ഉറച്ചിട്ടില്ല, ഏകദൈവ വിശ്വാസം ഉറച്ചിട്ടില്ല. അല്ലാഹു മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന തത്വം വേറൊന്നും പിടിച്ചിട്ടില്ല ഹൃദയത്തിൽ. ഇബ്രാഹിമിലും ഇസ്മായിലിലും അവർക്ക് മുമ്പ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ വേറൊന്നി പിടിച്ചതുപോലെ വേറൊന്നി പിടിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ അപകടമാണ്. ഈ ആധുനിക യുഗം വളരെ അപകടത്തിലാണ്. ഇന്ന് ആധുനിക യുഗത്തിൽ ഇന്റർനെറ്റിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ നീച 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 ചിന്താഗതികൾ വളരെ വളരെ അപകടമാണ്. കുട്ടികളത് വായിക്കുന്നുണ്ട്, കുട്ടികളത് കാണുന്നുണ്ട്, കുട്ടികളത് കുറിക്കുന്നുണ്ട്. നാം അത് ശ്രദ്ധിക്കുന്നുണ്ടായില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ എന്നതിൽ കൂടി ഒഴുകുന്ന പലതും കാണുന്നു. അക്കൂട്ടത്തിൽ അശ്ലീലങ്ങൾ കാണുന്ന കൂട്ടത്തിൽ അശ്ലീലങ്ങളെക്കാളും അപകടമാണ് യഥാർത്ഥത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എതിരിൽ വരുന്നതായ തകർപ്പൻ വിശ്വാസങ്ങൾ, തകർപ്പൻ ലേഖനങ്ങൾ, തകർപ്പൻ ആചാരങ്ങൾ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പരിഭ്രമിച്ചു പോയി. ഈയിടെ ജിദ്ദയിലേക്കും അതുപോലെ മക്കയിലേക്കും അപ്രകാരം റിയാദിലേക്കും ക്ലാസിന് വേണ്ടിയിട്ട് പോയതായ വഴി അവിടെ എല്ലാം ചോദിക്കപ്പെട്ട ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതുണ്ട്. എന്ത്? ഇന്റർനെറ്റിൽ ഈയിടെയായിട്ട് മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കപ്പെട്ടതായ ഫോട്ടോമുണ്ടല്ലോ, അത് എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാവരുടെ കാതിലും കടന്നിരിക്കാൻ. ഇന്റർനെറ്റ് എല്ലാവരും കാണുന്നുണ്ടോ? ഇല്ല. 1000-10 പേരെ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഇന്റർനെറ്റ് കാണുന്നവരാണോ? അല്ല. ഇന്റർനെറ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ വാർത്ത എല്ലാവരുടെയും ഷെറുണ്ടല്ലോ, വേടക്ക് അത് പെട്ടെന്ന് വ്യാപകമാകും. നന്മയോ അത് വ്യാപകമാക്കാൻ വളരെ പ്രയാസമുണ്ട്. നന്മ പെട്ടെന്ന് വ്യാപകമാവുകയില്ല. നന്മ വ്യാപകമാകാൻ വളരെ പ്രയാസമുണ്ട്. കാരണം നന്മ വ്യാപകമാവാതിരിക്കാൻ വേണ്ടി പ്രസ് ചെയ്യാൻ ഇവിടെ മനുഷ്യ ജിൻ പിശാചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശല്യമില്ല തിന്മയുടെ മുമ്പിൽ. അതുകൊണ്ട് തിന്മയോ പെട്ടെന്ന് വ്യാപകമാകും. ഈ നിമിഷത്തിൽ എന്തെങ്കിലും പ്രചരിപ്പിച്ചാൽ അതേ നിമിഷത്തിൽ ലോകത്തിന്റെ എല്ലാ മുക്കുകളിലേക്കും മൂലയിലേക്കും അതെത്തുന്നു, അത് വ്യാപകമാകുന്നു. അങ്ങനെ എത്രയെത്ര അനാചാരങ്ങൾ, എത്രയെത്ര അനിസ്ലാമിക ചിന്താഗതികൾ, അനിസ്ലാമിക തത്വങ്ങൾ ഈയിടെ ഈ ദിവസങ്ങളിലായിട്ട് ഇന്റർനെറ്റിൽ കൂടി ഒഴുകുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യം മുർത്തത്തായി പോവുക എന്ന കാര്യം പറയുമ്പോൾ വളരെ വളരെ പ്രസക്തിയുള്ള വിഷയമാണ്, സബ്ജക്റ്റാണ് ഈ യുഗത്തിൽ ഇത് എന്നത് നിങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. അതെ. പിന്നെ ചോദ്യം, അല്ല മനുഷ്യ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ലിപ്സിക്കോല പോലെയും ഹോട്ടലിലുള്ളതായ ലിസ്റ്റ് പോലെയും അല്ല ഖുർആൻ. മറിച്ച് ഖുർആനിൽ മൊത്തമായ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ, വ്യക്തമായിട്ട് എല്ലാം പറയാറില്ല എന്ന് പറഞ്ഞ് ശരിയല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നില്ലേ, അല്ലാഹു കിതാബിൽ
അള്ളാഹ് വീഴ്ച വരുത്തിയിട്ടേ ഇല്ല എന്ന്. ആയത്തിന്റെ മുമ്പ് വായിക്കണം, എന്നാലേ അറിയുള്ളൂ എന്താ ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, അറബികളല്ലാത്തവർ ഖുർആൻ വായിക്കുമ്പോൾ അപകടത്തിൽപ്പെടും. അവൻ വായിക്കുന്ന പരിഭാഷകൻ നല്ലവനാണെങ്കിൽ അവൻ വിജയിച്ചു. പരിഭാഷകൻ തണ്ടിയും തോന്നിവാസിയും ഇസ്ലാമിനെ വളച്ചു തിരിച്ചിട്ട് അർത്ഥം വെക്കുന്നവരുമാണെങ്കിൽ വായിക്കുന്നവരും പെട്ടു. എന്താ കിതാബ് മുമ്പത്തല്ല പറഞ്ഞു. ഈ കിതാബ് എന്താണ്? വിഷയം എന്താ? കിതാബ് ലൗഹുൽ മഹ്ഫൂദ്. ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത് ഏത് കിതാബിനെ കുറിച്ചാണ്? ഈ കിതാബിനെ കുറിച്ചല്ല. പിന്നെയോ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഹുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്, ഒരു വിശാലമായ ദൈവിക കമ്പ്യൂട്ടർ ഉണ്ട്, ദൈവിക ഇന്റർനെറ്റ് ഉണ്ട്. അല്ലാഹു അത് പണ്ട് തന്നെ സൃഷ്ടിച്ചു വെച്ചതാണ്. ഒരു അഭിപ്രായത്തിൽ, ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ അല്ലാഹ് ലോകത്ത് പ്രപഞ്ചത്തിൽ ആദ്യം സൃഷ്ടിച്ചത് കലമിനെയാണ്, ലോഹിനെയാണ്. എന്നിട്ട് കലമിനോട് എഴുതാൻ പറഞ്ഞു. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന സർവ സംഭവ വികാസങ്ങൾ അവിടെ കമ്പ്യൂട്ടറിൽ എഴുതപ്പെട്ടു. ആ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഉമ്മുൽ കിതാബ്, ഗ്രന്ഥങ്ങളുടെ മാതാവ്. അല്ലാഹ് പറയുന്നു എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഒരു കാര്യം അല്ലാഹ് ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല. ഖുർആനിൽ എന്നല്ല, ഖുർആനിൽ ചിലത് മൊത്തമായി പറയുന്നു, ചിലത് വ്യക്തമായി പറയുന്നു. മൊത്തമായി പറഞ്ഞതോ അതിന്റെ വിശദീകരണം ആര് തരുന്നു? ലഭിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി തരുന്നു. ഇതാണ് യഥാർത്ഥ മുസ്ലിംകളുടെ, അഞ്ചൊക്കെ നമസ്കരിക്കുന്നവരുടെ, സ്വർഗ്ഗത്തിൽ പോകണമെന്ന് നിർബന്ധമുള്ളവരുടെ വിശ്വാസം. അല്ലാത്തവർക്ക് എന്തും വിശ്വസിക്കാം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വർഗം വേണമോ, മുസ്ലിമായി ജനിക്കണമോ, മുക്തത്തായി ചട്ടമോ എന്നിട്ട് രക്ഷപ്രാപിക്കണമോ, എന്നാൽ ഈ കാര്യം അംഗീകരിക്കണം എന്നതാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. അവർ അല്ലാഹു സന്മാർഗത്തിലേക്കും ഹിദായത്തിലേക്കും നയിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികൾ, അതെ, ആയത്തുകളൊക്കെ ഇതിനു മുമ്പ് എന്റെ ഈ കേസറ്റ് മാത്രം കേൾക്കുന്ന സഹോദര സഹോദരിമാര് മനസ്സിലാക്കണം. ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഓഡിയോ കേസറ്റിലൂടെ 12 കേസറ്റുകൾ ഇവിടെ, 12 ഓഡിയോ കേസറ്റ് ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ സഹോദരന്മാര് വളരെ തകൃതിയായിട്ട് അത് കേരളത്തിലേക്കും മറ്റു സൗദി അറേബ്യയിലും ഗൾഫ് രാഷ്ട്രത്തിലുമുള്ളതായ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്കും എത്തിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ധാരാളം കോപ്പികൾ എടുത്തിട്ട് അത് അയക്കപ്പെട്ടിട്ടുമുണ്ട്. ആ 12 കേസറ്റുകൾ ഇതേ സ്ഥലത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ആ കേസറ്റുകൾ ശേഖരിച്ചുകൊണ്ട് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നൽകിയതായ ഈ സൂചനകളുടെ വിശദീകരണങ്ങൾ ആ 12 കേസറ്റിലൂടെ കേൾക്കാമെന്ന് എന്റെ ഈ ശബ്ദം ഇന്റർനെറ്റിൽ കൂടി കേൾക്കുന്ന മറ്റു കേസറ്റുകളോട് കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം എല്ലായിടങ്ങളിലും ഞാൻ ഈ പറഞ്ഞതായ കേസറ്റ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ സബ്ജക്ട് കൊണ്ട്, ഈ വിഷയം കൊണ്ട് മാത്രം സംശയം തീർന്നോളണമെന്നില്ല എന്നതുകൊണ്ട് തന്നെ അതെ സഹോദരന്മാരെ, സഹോദരികളെ, പിന്നെ ഈ ഖുർആൻ മാത്രം മതി എന്ന് വെച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്നതായ വിഷമം കാരണത്താൽ സാധുക്കൾ ചുറ്റിക്കറങ്ങുന്നു. നമസ്കരിക്കാൻ പറ്റാതെയായി, മൂന്നൊത്തും അത് എത്രയാണ് റക്അത്ത് എന്നത് അറിയാതെയായി. അവൻ അവസാനം 2 റക്അത്ത് മതി എന്ന് വെച്ചു, പിന്നെ 1 റക്അത്ത് മതി എന്ന് വെച്ചു. 1 റക്അത്ത് തന്നെ എങ്ങനെയാണ് ഓതേണ്ടത്, എന്താണ് ഓതേണ്ടതെന്ന് അറിയാതെയായി മാറി. കാരണം ഒന്നും ഖുർആനിലല്ലോ. അങ്ങനെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഏതോ ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് ടീം നാട്ടിലേക്ക്, ഞാൻ ഈ പറയുന്ന നാട്ടിലേക്ക് എത്തിയപ്പോൾ അവരെന്തെല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ആ മനുഷ്യനോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ സമാധാനം. കണ്ടില്ലേ, നമ്മുടെ ആളാണ് അദ്ദേഹം. എന്താ ചോദിച്ച ചോദ്യം? ആ ചോദ്യത്തിൽ നിന്നിട്ട് ഒരു ചോദ്യമാണ് പോലോ, അല്ല നിങ്ങൾ ക്ലാസിന്റെ അവസാനത്തിൽ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന് പറയൽ വെട്ടിത്തമല്ലേ? അപ്പോൾ ഈ മൗലവി മറുപടി നൽകി പോലും, അല്ലെങ്കിൽ മുസ്ലിയാർ ആരെങ്കിലും ആവട്ടെ, ഞാനൊരു വ്യക്തിയെ പ്രത്യേകം